ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. സൂപ്പർ കൺമണി സീരിയലിന്റെ ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കൃഷിന്റെയും കൺമണിയുടെയും കല്യാണം ഒരു നാടിന്റെ ഉത്സവമായി തന്നെ മാറാൻ പോവുകയാണ്. വാസുകിയുടെയും അയ്യപ്പന്റെയും നേതൃത്വത്തിൽ ഒരു ഗ്രാമം മുഴുവൻ ആവേശത്തോടെ കേണലിന്റെ വീട്ടിലേക്ക് ഒഴുകിയെത്തുമ്പോൾ കൃഷ്ണനും കൺമണിക്കും വേണ്ടിയുള്ള രാജകീയമായ തലപ്പാവുകളുണ്ട്. ഷീലയെ കണ്ടതും വാസുകി ചോദിക്കുന്നുണ്ട്, നമ്മുടെ കൺമണി മാഡവും കൃഷ് സാറും റെഡിയല്ലേ എന്ന്. അപ്പോ ഷീല കള്ളച്ചിരിയോടെ മറുപടി കൊടുക്കുകയാണ്, ഓ അവരെ ഞങ്ങൾ എപ്പോഴേ റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. താലികെട്ട് എടുക്കാറായപ്പോ രണ്ടുപേർക്കും ഒരു നാണം വന്നു, അവരകത്തിരിക്കുന്നുണ്ടെന്ന്. അതൊക്കെ കേട്ട് എല്ലാവരും ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ദേവ്ജി കൃഷ്ണനെയും കൺമണിയെയും കൂട്ടി പൂമുഖത്തേക്ക് വന്നു. അവരെ കാണുന്നതും ആ കാഴ്ച കണ്ട നാട്ടുകാരുടെ കണ്ണുകളിലും സന്തോഷം തെരുതല്ലി. വാസുകി ആവേശം അടക്കാറാവാതെ പറയുന്നുണ്ട്, ഞങ്ങളെ സംബന്ധിച്ച് കൃഷ് സാറും കൺമണി മാഡവും വെറും മനുഷ്യരല്ല, ഞങ്ങളുടെ രാജാവും റാണിയുമാണെന്ന്. സത്യം പറഞ്ഞാൽ നിങ്ങളെ സ്വീകരിച്ചു കൊണ്ടുപോകേണ്ടത് പല്ലക്കിലൊക്കെ വേണമായിരുന്നെന്ന്. ഇത്രയും വലിയ ആഘോഷങ്ങൾക്കൊക്കെ കൃഷും കൺമണിയും പരസ്പരം ഒന്ന് മടി പിടിക്കുന്നെങ്കിലും ദേവ്ജി അവരെ സമാധാനിപ്പിക്കുന്നു. ഇപ്പോൾ നിങ്ങളുടെ താല്പര്യങ്ങൾക്കല്ല പ്രസക്തി, നിങ്ങളെ സ്നേഹിക്കുന്ന ഇവരുടെ സന്തോഷത്തിലാണ്, അവർക്ക് വേണ്ടി ഇത് ചെയ്തേ പറ്റൂന്ന്. പിന്നീട് കൺമണിയുടെ താലി പൊട്ടിപ്പോയ ആ ഒരു സങ്കടത്തിനെ കുറിച്ചൊക്കെ അയ്യപ്പനും വാസുകിയും പറയുന്നുണ്ട്. പൊന്നുമേട്ടിൽ വെച്ച് അങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ലായിരുന്നു, അത് ഞങ്ങളുടെ കൂടെ വീഴ്ചയാണ്, അതിനുള്ള പ്രായശ്ചിത്തം കൂടെയാണ് ഈ മംഗല്യ ചടങ്ങെന്ന്. വലിയ ആഘോഷങ്ങളൊന്നും വേണ്ടെന്ന് കൺമണി പിന്നെയും പറഞ്ഞെങ്കിലും വാസുകി വിട്ടില്ല. ആഘോഷങ്ങൾ അധികമില്ലെങ്കിലും ആചാരങ്ങൾ മാറ്റാൻ പറ്റില്ല മോളെ. ദേവ്സാറ് പറഞ്ഞതുപോലെ ഇതൊരു നേർച്ചയാണ്, പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയുള്ള മനോഹരമായൊരു നേർച്ച. അവസരത്തിൽ കരീം സാഹിബും ഈ ഒരു ചടങ്ങിന് സാക്ഷിയാകാൻ കഴിഞ്ഞത് തന്റെ വലിയ ഭാഗ്യമാണെന്ന് പറഞ്ഞ് സന്തോഷം പങ്കുവച്ചു. പിന്നീട് ആ നിമിഷം വന്നെത്തി. നാട്ടുകാരുടെ പ്രിയപ്പെട്ട രാജാവായ കൃഷ് സാറിന്റെ തലയിൽ അയ്യപ്പൻ ആദരവോടെ തലപ്പാവ് അണിയിച്ചപ്പോൾ തന്റെ പ്രിയപ്പെട്ട കൺമണിയുടെ തലയിൽ വാസുകിയും മനോഹരമായ തലപ്പാവ് ചാർത്തി. എല്ലാവരും ഈ കാഴ്ചകളെല്ലാം വളരെ സന്തോഷത്തോടു കൂടിയാണ് ഉറ്റുനോക്കിക്കൊണ്ട് നിൽക്കുന്നത്. ഇനി രണ്ടുപേരും കൈകളെ ചേർത്ത് പിടിച്ച എന്ന വാസുകിയുടെ സ്നേഹപൂർവ്വമുള്ള നിർദ്ദേശം കേട്ടതും കൃഷും കൺമണിയും പരസ്പരം പ്രണയത്തോടെ നോക്കി ആ കൈകൾ കോർത്തു പിടിച്ചു. ഈ കൈകൾ ഇനി ഒരിക്കലും വിടരുത്, അമ്പലത്തിൽ മൂപ്പൻ കാത്തിരിപ്പുണ്ടാവും, നമുക്കിറങ്ങാമെന്ന് വാസുകി പറഞ്ഞതോടെ ഒരു നാടിന്റെ മുഴുവൻ സ്നേഹവും അകമ്പടിയുമായി പരസ്പരം കൈകോർത്ത ആ പുതിയ ജീവിതത്തിലേക്ക് അവർ ആദ്യ ചുവടുകൾ വെക്കുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് ബലരാമന്റെ അടുത്ത് ചെന്ന് മീര ഇപ്പൊ പെയിൻ കുറവുണ്ടോന്നൊക്കെ ചോദിക്കുമ്പോൾ ഇപ്പോഴും ഉണ്ടെന്ന് ബലരാമൻ പറയുന്നത് കേട്ടിട്ട് അധികം ധൃതിയൊന്നും വെക്കേണ്ടെന്നും കുറച്ച് സമയമെടുക്കും, മുറിവിന് നല്ല ആഴമുണ്ട്, അതുകൊണ്ട് അധികം സ്ട്രെയിൻ എടുത്തു കഴിഞ്ഞാൽ സ്റ്റിച്ച് പൊട്ടും, ഇൻഫെക്ഷൻ ആകും എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് മീര. ഈ സംസാരത്തിനിടയിലാണ് പുറത്ത് ആരുടെയോ കാലച്ച ബലരാമൻ കേൾക്കുന്നത്. അപകടം മണത്ത ബലരാമൻ നിമിഷ നേരം കൊണ്ട് പഴയതുപോലെ അബോധാവസ്ഥയിലാണെന്ന് വരുത്തി തീർത്ത് കണ്ണുകൾ മുറുക്കി അടച്ചു. വാതിൽ തുറന്ന് അകത്തേക്ക് വന്നത് സുമിത്രയായിരുന്നു. അവിടെ കിടക്കുന്ന ബലരാമനെ നോക്കി സുമിത്ര പറയുന്നുണ്ട് മീരയോട്, ഇവന് ഇതുവരെ ഉണർന്നില്ലേ എന്ന്. ഇല്ല എന്ന മീരയുടെ മറുപടി കേട്ടതും സുമിത്രയ്ക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ടു. എന്നിട്ട് ചോദിക്കുകയാണ്, നീ എന്താണ് ഇവന് കൊടുത്തത്? എന്ത് ചികിത്സയായാലും ശരി, അത് ഇവിടെ തീർന്നു, നീ ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കണ്ട, പെട്ടെന്ന് സ്ഥലം വിട്ടു. സുമിത്രയുടെ ഈ പരിഭ്രമവും തിടുക്കവും ഒക്കെ മീരയിൽ സംശയമുണർത്തി. എന്തോ വലിയ കാര്യമായ കുഴപ്പമുണ്ടല്ലോ, അല്ലാതെ സുമിത്ര എന്താണ് ഇങ്ങനെ ആകെ വെളറി വെളുത്തു നിൽക്കുന്നത്? എന്നെ ഇത്ര വേഗം പറഞ്ഞുവിടാൻ ഇവർക്ക് എന്താണ് ഇത്ര തിരക്ക് എന്ന് മീര മനസ്സിൽ ചിന്തിക്കുകയാണ്. എന്നിട്ട് സുമിത്രയോട് പറയുന്നുണ്ട്, ഇയാൾക്ക് ബോധം തിരിച്ചു കിട്ടിയിട്ടില്ലല്ലോ മാഡം, ഈ അവസ്ഥയിൽ എന്ന് പറഞ്ഞു തുടങ്ങിയതും സുമിത്ര തടയുകയാണ് മീരയെ. ബോധമൊക്കെ സൗകര്യമുള്ളപ്പോ വന്നോളൂ, നീ ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങാനാണ് പറയുന്നത്. മീര വീട്ടിൽ ചോദിക്കുകയാണ്, അതെന്താ മാഡം, കുറച്ചു മുമ്പ് ഇവിടുന്ന് പോകാൻ പാടില്ലെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഇറങ്ങാൻ പറഞ്ഞ് നിർബന്ധിക്കുന്നത്? എന്നാൽ മീരയുടെ ഈ ചോദ്യം സുമിത്രയെ കൂടുതൽ ചൊടിപ്പിച്ചു. ഭീഷണിയുടെ സ്വരത്തിൽ തന്നെ അവര് മീരയോട് പുറത്തു പോകാൻ ആജ്ഞാപിച്ചു. മീരയാണെങ്കിൽ നിസ്സഹായ അവസ്ഥയിൽ ബലരാമനെ ഒന്ന് നോക്കിയപ്പോ സുമിത്ര കാണാതെ ബലരാമൻ കണ്ണുകൾ കൊണ്ട് പോയിക്കോളൂ എന്ന് മീരയ്ക്ക് സിഗ്നൽ നൽകി. അതോടെ മീര തന്റെ ബാഗ് എടുത്തു. പോകുന്നതിന് മുമ്പ് മീര സുമിത്രയുടെ നേരെ തിരിഞ്ഞു. ശരി, ഞാൻ പോയിക്കോളാം, ഒരു ദിവസം കൊണ്ട് ഒരു ജന്മം മുഴുവൻ അനുഭവിക്കേണ്ട കാര്യങ്ങൾ കണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുന്നത്. ആ ഭാഗ്യത്തിലൂടെ നിങ്ങൾ കുറച്ച് ദയവ് കാണിക്കണം, ഇദ്ദേഹത്തോട് അല്പം മനുഷ്യത്വം കാണിക്കുന്നത് നന്നായിരിക്കും. മീരയുടെ ഈ ഉപദേശമെല്ലാം സുമിത്രയെ വല്ലാതെ അസ്വസ്ഥയാക്കി. അതൊക്കെ ഞാൻ നോക്കിക്കോളാമെന്നും നീ നിന്റെ കാര്യം നോക്കിയാൽ മതി എന്ന് പറഞ്ഞ് സുമിത്ര ആക്രോശിക്കുകയാണ് മീരയ്ക്ക് നേരെ. പുറത്തേക്ക് നടക്കാൻ തുടങ്ങിയ മീരയെ സുമിത്ര വീണ്ടും തടഞ്ഞു നിർത്തി ഒരിക്കൽ കൂടെ ഭീഷണിപ്പെടുത്തുകയാണ്. നീ ഒരു കാര്യം ഓർത്തോ, ഇവിടെ നടന്നതൊന്നും പുറം ലോകം അറിയരുത്, അറിഞ്ഞാൽ നിന്റെ അവസാനം എങ്ങനെയായിരിക്കുമെന്ന് ഞാൻ പറയണ്ടല്ലോ. ഏതായാലും ഭയവും സംശയവും നിറഞ്ഞ മനസ്സോടെ മീര ആ വീടിന്റെ പടിയിറങ്ങി. സുമിത്രയുടെ ഈ വെപ്രാളം കാണുമ്പോൾ എന്തോ വലിയ രഹസ്യം ഒളിപ്പിച്ചു വെക്കുന്നുണ്ടെന്ന് മീരയ്ക്ക് ഉറപ്പായിരുന്നു. അങ്ങനെ സുമിത്രയുടെ ഭീഷണിക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനാവാതെ വീട്ടിൽ നിന്നും എത്രയും വേഗം രക്ഷപ്പെട്ട് തന്റെ കാറിൽ കയറി മീര വണ്ടി ഓടിച്ചു പോകുകയാണ്. മീര പോയെന്ന് ഉറപ്പുവരുത്തിയ സുമിത്ര തന്റെ ഗുണ്ടയോട് ചെന്ന് പറയുകയാണ്, ഇനിയും വൈകിക്കൂടാ, നമുക്ക് ഭാഗ്യശ്രീയും ബലരാമനെയും കൊണ്ട് എത്രയും വേഗം ഇവിടെ നിന്ന് മാറണം, ഈ സ്ഥലം സുരക്ഷിതമല്ല എന്ന്. ഗുണ്ടയാണെങ്കിലും ശരിയെന്നും ഞാൻ ഇപ്പോൾ തന്നെ പോയി വണ്ടി റെഡിയാക്കാമെന്ന് സമ്മതിച്ച്
ഉടനെ തന്നെ പുറത്തേക്ക് നീങ്ങി. ഗുണ്ട പോകുന്നത് നോക്കി നിന്ന സുമിത്രയുടെ ചുണ്ടിൽ ഒരു ക്രൂരമായ പുഞ്ചിരിയാണ് വിടർന്നത്. പരാജയം സമ്മതിക്കാൻ അവർ തയ്യാറല്ലായിരുന്നു. സുമിത്രയെ തോൽപ്പിക്കാമെന്ന് ആരും സ്വപ്നത്തിൽ പോലും വിചാരിക്കേണ്ട. എന്റെ വഴിയിൽ തടസ്സമായി നിൽക്കുന്നവരെയൊക്കെ മാറ്റാൻ എനിക്കറിയാം എന്ന് മനസ്സിൽ ഉരുവിട്ടുകൊണ്ടാണ് സുമിത്ര തന്റെ അടുത്ത നീക്കത്തിനായി ഒരുങ്ങുന്നത്. ഇവിടെ പൊന്നുമേട്ടിലെ വനദുർഗ ക്ഷേത്രമുറ്റം ഭക്തിസാന്ദ്രമായിരുന്നു. മൂപ്പൻ വനദുർഗയുടെ നടയിൽ താലികെട്ടിന് മുന്നോടിയായുള്ള വിശേഷാൽ പൂജകൾ ആരംഭിച്ചു. കൺമണിയും കൃഷും ഭക്തിയോടെ കൈകൂപ്പി നിൽക്കുമ്പോൾ ഒരു നാടിന്റെ മുഴുവൻ പ്രാർത്ഥനകൾ അവർക്ക് ചുറ്റും അലയടിച്ചു. പൂജകൾ സമാപിക്കുമ്പോൾ വാസുകി വികാരാധനയായി മുന്നോട്ട് വന്നു. എന്നിട്ട് പറയുന്നുണ്ട്, സാറും മാഡവും ക്ഷമിക്കണം. ഇവിടെ നിങ്ങൾക്ക് നേരിടേണ്ടി വന്ന ഓരോ ആപത്തിനും ഞങ്ങൾ മാപ്പ് ചോദിക്കും. നിങ്ങൾ ഞങ്ങളുടെ രാജാവും റാണിയുമാണെന്ന്. വാസുകി ആ പറഞ്ഞത് കേട്ട് നാട്ടുകാരെല്ലാവരും ആവേശത്തോടെ കൈയടിക്കുന്നു. ഒന്ന് മൂപ്പൻ എഴുന്നേറ്റ് വന്ന് ചടങ്ങുകൾ തുടങ്ങാൻ അനുവാദം ചോദിച്ചപ്പോൾ കൃഷ്ണൻ കൺമണിയും പുഞ്ചിരിയോടെ തലയാട്ടി. അങ്ങനെ പൂജിച്ച മംഗല്യസൂത്രം മൂപ്പൻ കൈമാറി. ദേവ്ജിയുടെയും കേണലിന്റെയും കരീം സാഹിബിന്റെയും വാത്സല്യം നിറഞ്ഞ കണ്ണുകളെ സാക്ഷിയാക്കി കൃഷ് ആ ചരട് കൺമണിയുടെ കഴുത്തിൽ ചാർത്തി. ആ നിമിഷത്തിൽ നാട്ടുകാരെല്ലാവരും അവരുടെ മേൽ പുഷ്പവൃഷ്ടി നടത്തി. എല്ലാത്തിനും ഒടുവിൽ പ്രണയാതുരനായ കൃഷ് കുങ്കുമമെടുത്ത് കൺമണിയുടെ സിന്ദൂർ രേഖയിൽ ചാർത്തിയപ്പോൾ മംഗല്യ ചടങ്ങുകളെല്ലാം പൂർണ്ണമാവുകയാണ്. നിറഞ്ഞ കയ്യടികളോടെ ജനം ആ മനോഹരമായ നിമിഷത്തെ സ്വീകരിച്ചു. ചടങ്ങുകൾക്ക് ശേഷം അവർ മുതിർന്നവരുടെ പാദങ്ങളിൽ വീണ് അനുഗ്രഹവും വാങ്ങി. അതേസമയം സുമിത്രയും ബാലഗോപാലും ബലരാമനെയും ഭാഗ്യശ്രീയും അവിടെ നിന്ന് മാറ്റാനുള്ള നീക്കത്തിലൊക്കെയാണ്. ഭാഗ്യശ്രീയും ബലരാമനെയും പിടിച്ചു വലിച്ചു വണ്ടിയിൽ കയറ്റിയതിനു ശേഷം ഗുണ്ടയോട് പ്രത്യേകം പറഞ്ഞു കൊടുക്കുന്നുണ്ട് വണ്ടി എവിടെയും നിർത്തരുതെന്ന്. അതേസമയം ഗുണ്ട സംശയത്തോടെ ചോദിക്കുന്നുണ്ട് വഴിയിൽ പോലീസ് ചെക്കിംഗ് എങ്ങാനും ഉണ്ടാകില്ലോ എന്ന്. അപ്പോ സുമിത്ര മറുപടി കൊടുക്കുകയാണ് ഗുണ്ടയ്ക്ക്, അതൊക്കെ ഞാൻ നോക്കിക്കോളാം, ഒന്നിനെ കുറിച്ച് നീ പേടിക്കേണ്ട, അതൊക്കെ സെറ്റാണ്, നീ ഏതായാലും വണ്ടി എടുത്തോളാം. അങ്ങനെ സുമിത്രയുടെ ഉറപ്പിന്മേൽ ഗുണ്ട ബലരാമനെയും ഭാഗ്യശ്രീയും ബലമായി വാഹനത്തിനുള്ളിലാക്കി അവരെയും കൊണ്ട് കടന്നു കളയുകയാണ്. വിവാഹ ചടങ്ങുകൾക്ക് ശേഷം നാട്ടുകാരുടെ സ്നേഹപ്രകടനങ്ങൾക്കിടയിലൂടെ നടക്കുമ്പോൾ ദേവജിയുടെ മനസ്സ് നിറഞ്ഞിരുന്നു. കൂടെയുള്ള കൺമണിയെയും കൃഷ്ണനെയും നോക്കി നിറഞ്ഞ വാത്സല്യത്തോടെ അദ്ദേഹം നാട്ടുകാരോട് പറഞ്ഞു, ഇവരെ രണ്ടുപേരെയും എനിക്ക് എന്റെ വെറും ബന്ധുക്കളായല്ല സ്വന്തം മക്കളായിട്ടാണ് തോന്നുന്നതെന്ന്. ഇവരുടെ ജീവിതത്തിലെ ഓരോ സന്തോഷത്തിലും സങ്കടത്തിലും ഒപ്പം നിന്നവരാണ് ഞാൻ. പൊന്നുമേട് ഇവരുടെ ജീവിതവുമായി അത്രമേൽ ഇഴചേർന്ന് നിൽക്കുന്ന ഇടമാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതം പ്രകാശഭരിതമാക്കാൻ ഇവരെ കൊണ്ട് കഴിഞ്ഞു. അതിന് പകരമായി നിങ്ങൾ ഇന്ന് ഇവരെ വീണ്ടും ഒന്നിപ്പിച്ചു. ഈ വലിയ കരുണയ്ക്ക് ഞാൻ നിങ്ങളോട് നന്ദി പറയുകയാണെന്ന് പറഞ്ഞപ്പോൾ വാസുകി സ്നേഹപൂർവ്വം അതിനെ തടഞ്ഞു. അയ്യോ ദേവ് സാർ, എന്തിനാണ് ഞങ്ങളോട് നന്ദി പറയുന്നത്? ഈ പൊന്നുമേടിന്റെ രാജാവും റാണിയുമാണ് കൃഷ് സാറും കൺമണി മേഡും. ഇത്രയും സ്നേഹമുള്ളവർ ഇവിടെ വന്നിട്ട് വിഷമത്തോടെ മടങ്ങിപ്പോകാൻ ഞങ്ങൾ സമ്മതിക്കുമോ? ഒരിക്കലുമില്ല. ഇത് ഞങ്ങളുടെ കടമയാണ്. ആ നിമിഷം കരീം സാഹിബ് വാസുകിയോട് പറയുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ മണിയനെ എന്റെ കൂടെ കൊണ്ടുപോവുകയാണെന്ന്. അവനെ നന്നാക്കി ഒരു നല്ല മനുഷ്യനാക്കി മാറ്റാൻ എനിക്ക് സാധിക്കുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന്. നിങ്ങളുടെ അനുവാദം എനിക്ക് വേണമെന്ന് ആവശ്യപ്പെടുമ്പോൾ സന്തോഷത്തോടെ വാസുകി അതിന് സമ്മതം മൂളി. അവനെ ഒരു മനുഷ്യനാക്കാൻ സാഹിബിന് കഴിഞ്ഞാൽ അത് വലിയൊരു പുണ്യമായിരിക്കും. അവനെ ധൈര്യമായി കൊണ്ടുപോയിക്കോളാൻ തന്നെ വാസുകി പറഞ്ഞു. അങ്ങനെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് നിൽക്കുമ്പോൾ കേണൽ കൃഷ്ണനെയും കൺമണിയും അരികിലേക്ക് വിളിച്ചിട്ട് ചോദിക്കുകയാണ്, അപ്പൊ മക്കളെ, ഇനി എന്താണ് നിങ്ങളുടെ അടുത്ത പ്ലാൻ? ഇന്ന് തന്നെ തിരിച്ചു പോകാനാണോ ഭാവം? അപ്പൊ കൃഷ് പതുക്കെ കൺമണിയുടെ അരികിൽ ചെന്ന് ഒരു കള്ളച്ചിരിയോടെ സ്വകാര്യമായിട്ട് പറയുന്നുണ്ടായിരുന്നു, നമുക്ക് പെട്ടെന്നൊന്ന് പോകണ്ട കൺമണി, ഒരു 2 ദിവസം ഇവിടെ നിന്ന് നമ്മുടെ ഹണിമൂണൊക്കെ ആഘോഷിച്ച് പതുക്കെ പോയാൽ പോരെയെന്ന്. കൃഷ് ഇത് പതുക്കെ പറഞ്ഞതാണെങ്കിലും ഷീലയുടെ കാതുകൾ അത് കൃത്യമായിട്ട് ഒപ്പിയെടുത്തു. ഷീല എല്ലാവരോടുമായിട്ട് വിളിച്ചു പറഞ്ഞു, അല്ല കേണൽ സാറേ, കൃഷ് സാറിന് ഇപ്പൊ പോകാൻ വലിയ താല്പര്യമൊന്നുമില്ല. 2 ദിവസം ഹണിമൂണൊക്കെ കഴിഞ്ഞ് പതുക്കെ പോയാൽ മതിയെന്നാണ് സാറ് കൺമണിയോട് ചോദിക്കുന്നതെന്ന്. ഷീല ഈ പറഞ്ഞത് കേട്ട് കൃഷ് ഒന്ന് ചമ്മിപ്പോയെങ്കിലും എല്ലാവരും പൊട്ടിച്ചിരിച്ചു. ആ കൂട്ടത്തില് ദേവ്ജി അത് തന്നെയാണ് പറയുന്നത്, അത് നല്ല കാര്യമാ കൃഷേ, നീ പറഞ്ഞതുപോലെ 2-3 ദിവസം ഇവിടെ നിൽക്ക്, ഞാൻ അങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട് മതി നിങ്ങളുടെ യാത്ര. നാട്ടിലെ മാനസയുടെയും വരുണിന്റെയും ഒക്കെ ഓരോ നീക്കങ്ങളും നമുക്ക് കൃത്യമായിട്ട് അറിയണം. അതൊക്കെ അറിഞ്ഞിട്ട് മതി ഇനി അങ്ങോട്ടുള്ള പ്രവേശനമെന്ന്. ദേവ് സാറ് പറഞ്ഞത് ശരിയാണെന്നും ശത്രുക്കളെ നിസാരമായി കാണരുതെന്ന് കരീം സാഹിബ് അവരെ ഓർമ്മിപ്പിച്ചു. എങ്കിലും കൃഷിന്റെ ആഗ്രഹത്തെ പിന്തുണച്ചുകൊണ്ട് മധു ഒരു കിടിലൻ കമന്റ് അടിച്ചു, എന്തായാലും കൃഷ് സാറിന് 2 ദിവസം ഇവിടെ നിൽക്കണമെന്നാണല്ലോ, അപ്പൊ പിന്നെ രോഗി ഇച്ഛിച്ചതും പാല്, വൈദ്യൻ കൽപ്പിച്ചതും പാല് എന്ന് പറഞ്ഞ പോലെ ഈ കാര്യങ്ങൾ. അതേസമയം ഷീലയും, അത് ശരിയാ, കൃഷ് സാറിനെ പഠിച്ചത് ബമ്പർ ലോട്ടറി തന്നെയാന്ന് ഷീലയും കൂടെ പറഞ്ഞപ്പോ അമ്പലമറ്റത്ത് വീണ്ടും ചിരി പടർന്നു. ദേവ്ജിയുടെ വാക്കുകൾ കേട്ടപ്പോൾ കൃഷിന് ചെറിയൊരു സംശയം ബാക്കിയുണ്ടായിരുന്നു. കൃഷ് ഒന്നുകൂടെ അടുത്ത് നിന്ന് ദേവ് സാറിനോട് ചോദിക്കുകയാണ്, ദേവ് സാർ ഇത് ഗൗരവമായിട്ട് തന്നെ പറയുകയാണോ? ദേവ്ജി അപ്പോൾ അതേന്നും, ഞാൻ വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ് പറയുന്നത്. സാഗറിനോട് ഞാൻ കാര്യങ്ങളെല്ലാം സംസാരിച്ചോളാം, നിങ്ങളെ പേടിപ്പിക്കാനല്ല ഞാൻ ഇത് പറയുന്നത്. പക്ഷേ അവിടുത്തെ ഇപ്പോഴത്തെ സാഹചര്യം അത്ര നല്ലതല്ല. അതുകൊണ്ട് കുറച്ച് ദിവസം നിങ്ങൾ മാറി നിൽക്കുന്നത് തന്നെയാണ് എല്ലാവർക്കും നല്ലത്. ഈ സംസാരം കേട്ട് നിന്ന് അയ്യപ്പനും ആവേശത്തോടെ ഇടയിൽ കയറി പറഞ്ഞു, അതെ സാറേ, ദേവ് സാറ് പറഞ്ഞത് തന്നെയാണ് ശരി. കൃഷ് സാറും കൺമണി മേഡവും കുറച്ച് ദിവസം കൂടെ ഈ പൊന്നുമേട്ടിൽ ഞങ്ങളെ കൂടെ ഉണ്ടാകുന്നതാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷമെന്ന്. ഞങ്ങളുടെ രാജാവും റാണിയും കുറച്ച് ദിവസം അവരുടെ പ്രജകൾക്കൊപ്പം ചെലവഴിച്ചിട്ടേ പോകുന്നുള്ളൂ എന്ന്. അതിൽ ഇനി വേറെ സംസാരമേ വേണ്ടെന്ന് വാസുകിയും പറയുകയാണ്. വാസുകിയുടെ ആ സ്നേഹപൂർവ്വമുള്ള കൽപ്പിക്കലിന് മുന്നിൽ കൃഷ്ണനും കൺമണിക്കും പിന്നെ ഒന്നും പറയാനുണ്ടായിരുന്നില്ല. രണ്ടുപേരും പരസ്പരം നോക്കി പുഞ്ചിരിക്കുന്നു. കൃഷ് സാറും കൺമണി മേഡവും ഇവിടെ തന്നെ ഉണ്ടാകുമെന്ന് വാസുകി ഉറക്കെ പറഞ്ഞതും നാട്ടുകാരെല്ലാവരും ചേർന്ന് വലിയ രീതിയിൽ കൈ
കൈയടിക്കുകയും ആർപ്പ് വിളിക്കുകയും ഒക്കെ ചെയ്യുന്നു. അതിനുശേഷം സുമിത്രയും ബാലഗോപാലും ബലരാമനെയും ഭാഗ്യശ്രീയും കൊണ്ട് വേറൊരു വീട്ടിലേക്ക് എത്തുകയാണ്. വണ്ടിയിൽ നിന്നും ബലരാമനെയും ഭാഗ്യശ്രീയും ഗുണ്ടകൾ ബലമായി പിടിച്ചിറക്കി വീണ്ടും ആ പഴയ ഇരുട്ടറയിലേക്ക്, ബന്ധനത്തിലേക്ക് അവരെ തള്ളിവിടാൻ തന്നെയാണ് സുമിത്രയുടെ തീരുമാനം. എന്നെ വിടൂ, എന്തിനാണ് ഞങ്ങളെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് എന്ന് ഭാഗ്യശ്രീ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചോദിച്ചെങ്കിലും സുമിത്രയുടെ മുഖത്ത് ഒരു ഭാവമാറ്റവും ഉണ്ടായില്ല. സൈകെട്ട ഭാഗ്യശ്രീ സുമിത്രയുടെ നേരെ ചീറിപ്പൊട്ടി. അമ്മേ, ഈ ചെയ്യുന്നതിനൊക്കെ അമ്മ അനുഭവിക്കും. സ്വന്തം മക്കളെ പോലും വാശിക്ക് വേണ്ടി തടവിലാക്കുന്ന ഒരു അമ്മയായി പോയല്ലോ നിങ്ങൾക്കൊരു അമ്മയാകാൻ യോഗ്യതയില്ല. ഭാഗ്യശ്രീയുടെ വാക്കുകൾ കേട്ട് നിയന്ത്രണം വിട്ട സുമിത്ര അവൾക്ക് നേരെ കൈയോങ്ങി. പക്ഷേ പെട്ടെന്ന് ബലരാമന്റെ ഗർജന അവിടെ മുഴങ്ങി. വേണ്ട, അവളെ തൊട്ടുപോരുത്. ബലരാമന്റെ ഈ ആത്മവീര്യം കണ്ടപ്പോ സുമിത്ര പരിഹാസത്തോടെ പറയുകയാണ്, കണ്ടോടി, സ്വന്തം ചോരയല്ലെങ്കിലും നിന്നെ പറ്റിയുള്ള അവന്റെ കരുതൽ കണ്ടോ? ബലരാമൻ ദയനീയമായിട്ട് തന്നെ സുമിത്രയോട് അപേക്ഷിക്കുകയാണ്. എന്നെ നിങ്ങൾ ഇവിടെ അടച്ചിട്ടുള്ളൂ, തല്ലുകയോ കൊല്ലുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, പക്ഷേ ആ പാവത്തിനെ ഒന്ന് വിട്ട് അവളെ ഒന്നും ചെയ്യരുത് എന്ന്. സുമിത്ര അപ്പൊ ചിരിച്ചുകൊണ്ട്, ബലരാമ, നിന്നെ അനുസരിപ്പിക്കാൻ എനിക്ക് ഇത്രയെങ്കിലും വേണ്ടേ? നീ പറഞ്ഞതൊക്കെ കേൾക്കണമെങ്കിൽ ഇവിടെ എന്റെ കൺവെട്ടത്ത് തന്നെ വേണം. അതാകുമ്പോ നിന്റെ നാക്ക് പൊങ്ങില്ലല്ലോ. ഭാഗ്യശ്രീ വീണ്ടും തളർന്നുപോയി. സ്വന്തം മകളോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് എങ്ങനെ മനസ്സ് വരുന്നു എന്ന് വിതമ്പലോടെ ഭാഗ്യശ്രീ ചോദിക്കുകയാണ്. അപ്പോ സുമിത്ര തിരിച്ചു പറയുന്നുണ്ട്, സ്വന്തം അമ്മയെ ജയിലിൽ അടയ്ക്കാൻ നീ ശത്രുക്കൾക്ക് വിവരം കൊടുത്തതോ എന്ന്. രക്തബന്ധത്തിന് നീ എന്ത് വിലയാണോ കൊടുത്തത് അതേ വിലയെ എനിക്കും തരാനുള്ളൂ. എന്നെ കൊണ്ട് നീ കൂടുതലൊന്നും പറയിപ്പിക്കേണ്ട. അങ്ങനെയും പറഞ്ഞ ഭാഗ്യശ്രീയും ബലരാമനെയും വീണ്ടും ഗുണ്ടകളുടെ കയ്യിൽ ഏൽപ്പിക്കുകയാണ് സുമിത്ര. അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളും കൊടുക്കുന്നുണ്ട്. ഇനി 24 മണിക്കൂറും നിങ്ങൾ ഇവിടെ തന്നെ വേണമെന്നും ഭക്ഷണം കഴിക്കാൻ പോകുന്നത് പോലും റൊട്ടേഷൻ അനുസരിച്ചായിരിക്കണം. ഇവരുടെ മേൽ എപ്പോഴും ഒരു കണ്ണ് വേണം എന്ന്. സുമിത്രയുടെ കൽപ്പന അനുസരിച്ച് ഗുണ്ടകൾ ബലരാമനെയും ഭാഗ്യശ്രീയും വീടിനുള്ളിലേക്ക് വലിച്ചഴച്ചുകൊണ്ട് പോയി. ഒരു ഭാഗത്ത് കൺമണിയും കൃഷ്ണൻ സന്തോഷിക്കുമ്പോൾ മറുഭാഗത്ത് സുമിത്രയുടെ വീടിനുള്ളിൽ കണ്ണുനീരും നിശബ്ദതയും തളം കെട്ടി നിന്നു. ബലരാമനെയും ഭാഗ്യശ്രീയും അകത്തേക്ക് തള്ളിയതിന് പിന്നാലെ സുമിത്ര തന്റെ ക്രൂരതയുടെ അവസാന വാക്കും ബാലഗോപാലിനോടായിട്ട് പറയുകയാണ്, ബാലു, നമ്മളിനി വളരെ ശ്രദ്ധിക്കണം. എങ്ങാനും പോലീസ് ഇവിടെ എത്തി ഈ സ്ഥലം കണ്ടുപിടിക്കുകയാണെങ്കിൽ അപ്പോ തന്നെ ബലരാമനെ തീർത്തേക്കണം. അവനെ ഇനി ജീവനോടെ വിടുന്നത് നമുക്ക് ആപത്താണെന്ന്. ഒരു ദയയുമില്ലാതെ ബാലഗോപാലും ആ ക്രൂരകൃത്യത്തിന് സമ്മതം മൂടി. അതേസമയം പൊന്നുമേടിന്റെ കുളിരും സ്നേഹവും ഏറ്റുവാങ്ങി കൃഷ്ണൻ കൺമണിയും തങ്ങളുടെ മടക്കയാത്ര തുടങ്ങുകയാണ്. കാറ് മുന്നോട്ട് നീങ്ങുമ്പോൾ കൺമണി ജനാലയിലൂടെ പുറത്തെ കാഴ്ചകളിലേക്ക് നോക്കി മെല്ലെ പറഞ്ഞു, കൃഷ് സാർ, കഴിഞ്ഞു പോയതൊക്കെ ഒരു സ്വപ്നം പോലെയാണ് എനിക്ക് തോന്നുന്നത്. അല്ല, സ്വപ്നത്തെക്കാൾ സുന്ദരമായ ഒന്ന്. 2 തവണയാണ് സാർ എന്റെ കഴുത്തിൽ താലി കെട്ടിയത്. 2ഉം ദൈവങ്ങളുടെ സന്നിധിയിൽ വെച്ച്. 2ഉം ദൈവമായിട്ട് കയ്യിലെത്തിച്ച താലിയായിരുന്നു. നഷ്ടപ്പെട്ടു പോകുമെന്ന് തന്നെ കരുതിയിരുന്ന താലി അത് തിരിച്ചു കിട്ടിയില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഈ ഭൂമിയിൽ തന്നെ ഉണ്ടാകുമെന്ന് സംശയമായിരുന്നു. കൺമണി ഇതെല്ലാം പറയുമ്പോഴും കൃഷ് ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നതല്ലാതെ ഒന്നും മിണ്ടുന്നില്ല. ഇതൊന്നും കേൾക്കാത്ത മട്ടിൽ ഏതോ ചിന്തയിലായിരുന്നു കൃഷ്. അത് ശ്രദ്ധിക്കുന്ന കൺമണിയാകട്ടെ കൃഷ് സാർ എന്ന് അവന്റെ തോളിൽ തൊട്ട് വിളിച്ചപ്പോഴാണ് കൃഷ് ഓർമ്മകളിൽ നിന്ന് ഉണർന്നത്. കൺമണി ചോദിക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞൊന്നും സാറ് കേട്ടില്ലെന്ന്. കൃഷ് ആണെങ്കിൽ കൺമണിയുടെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറയുകയാണ്, ഇല്ല കൺമണി, ഞാൻ എല്ലാം കേൾക്കുകയായിരുന്നു. കേൾക്കുക മാത്രമല്ല, നമ്മുടെ ജീവിതം ഒന്നുകൂടെ കാണുകയായിരുന്നു ഞാൻ. നിന്നെ ഞാൻ ആദ്യമായി കണ്ട ആ നിമിഷം മുതൽ ഇന്നലെ വനദുർഗയുടെ നടയിൽ വെച്ച് നിന്റെ കഴുത്തിൽ താലി കെട്ടിയത് വരെയുള്ള ഓരോ മുഹൂർത്തങ്ങളും ഒരു സിനിമ പോലെ എന്റെ കണ്ണിന് മുന്നിലൂടെ കടന്നു പോവുകയായിരുന്നു. അത് കേട്ട് കൺമണിയും പ്രണയം കൊണ്ട് കൃഷ്ണനെ നോക്കി പുഞ്ചിരിക്കുകയാണ്.